അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, പലർക്കുമുള്ള സംശയമാണ്, രോഗികൾക്കും അതുപോലെ തന്നെ വൃദ്ധന്മാർക്കും നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റുമോ? രോഗമുണ്ടല്ലോ, അപ്പൊ രോഗം കാരണം ഇങ്ങനെ നോമ്പ് എടുക്കുക, അതുപോലെ തന്നെ വൃദ്ധനായി വയസ്സനായല്ലോ പിന്നെ ഇങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാന്നൊക്കെ ചിന്തയുള്ള, ഡൗട്ടുള്ള, സംശയങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പോ നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റൂല, രോഗികൾക്കും പറ്റൂല, വൃദ്ധന്മാർക്കും പറ്റൂല. കാരണം എന്താ? ചെറിയ രോഗങ്ങൾക്കൊന്നും നോമ്പ് ഉപേക്ഷിക്കാനുള്ളതല്ല. നോമ്പ് പിടിക്കാൻ സാധിക്കാത്ത വിധമുള്ള രോഗികൾക്ക് മാത്രമേ റമദാൻ നോമ്പ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ചെറിയ രോഗങ്ങൾക്കൊന്നും പറ്റൂല. നോമ്പ് പിടിക്കാൻ പറ്റാത്ത വലിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ സാധാരണ സുഖപ്പെടാറുള്ള രോഗമാണെങ്കിലോ, ഏത് രോഗമാണെങ്കിലും നോമ്പ് പിടിച്ചാൽ നല്ല വിഷമമുണ്ടെങ്കിൽ, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പ്രയാസം ഉണ്ടെങ്കിൽ രോഗിക്ക് എന്താ ഇല്ല, റമദാൻ നോമ്പ് നിർബന്ധമില്ല, നോമ്പ് ഒഴിവാക്കാം. പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നോമ്പ് എടുക്കണം. സുഖപ്പെടുമെന്ന പ്രതീക്ഷയുള്ള രോഗമാണെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കുകയും സുഖപ്പെട്ട ശേഷം നഷ്ടപ്പെട്ട എണ്ണങ്ങൾ നിർബന്ധമായും ഖളാ വീട്ടുകയുമാണ് ചെയ്യേണ്ടത്. ഇവർക്ക് ഫിദിയ നിർബന്ധമല്ല, അതിനുള്ള പ്രശ്നമൊന്നുമില്ല. ഇനി സുഖപ്രതീക്ഷയുള്ള രോഗികൾ നോമ്പിന് പകരമായി ഫിദിയ, അതായത് മുദ്ദ് നൽകിയത് കൊണ്ട് നോമ്പിന്റെ നിർബന്ധ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നുമില്ല. മനസ്സിലായല്ലോ? ഇനി സുഖപ്രതീക്ഷയില്ലാത്ത രോഗികൾ, അസുഖം ഭേദമാകുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, അങ്ങനെയുള്ള രോഗികളുടെ അവസ്ഥ എന്താണ്? ഒരു ഭേദമാകുന്നവരെ, മാറുന്നത് വരെ പ്രതീക്ഷയില്ലാത്ത രോഗമാണെങ്കിൽ ഓരോ നോമ്പിന് പകരവും ഓരോ മുദ്ദ് ഭക്ഷ്യദാനം എന്താക്കണം, കൊടുക്കുകയാണ് വേണ്ടത്. അവർക്ക് നോമ്പ് നിർബന്ധമില്ല. കഷ്ടപ്പെട്ട് നോറ്റാൽ അത് സ്വഹീഹാകുന്നതും മുദ്ദ് വേണ്ടാത്തതാണ്. മനസ്സിലായി? അവർക്ക് നോമ്പ് നോക്കാൻ കഴിയില്ല, പക്ഷെ ഒരു കഷ്ടപ്പെട്ട് നോമ്പ് നോറ്റു, അങ്ങനെയാകുമ്പോൾ മുദ്ദ് എന്താക്കണ്ട, കൊടുക്കണ്ട. മനസ്സിലായല്ലോ? ഇനി പ്രതീക്ഷക്കെതിരായി ഭാഗ്യവശാൽ അവർക്ക് സുഖമായാൽ പോലും നോമ്പ് ഖളാ വീട്ടിൽ നിർബന്ധമാവില്ല. ഒരു പ്രതീക്ഷയില്ലാത്ത അസുഖമാണ്, മാറുന്നൊരു പ്രതീക്ഷയില്ല, മരിക്കുന്നവരാ രോഗമുണ്ടോ, പക്ഷേ പ്രതീക്ഷിക്കാതെ രോഗം മാറി, അങ്ങനെയാണെങ്കിൽ അതുവരെയുള്ള നോമ്പ് എന്താക്കണ്ട, വീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ നൽകേണ്ട മുദ്ദുകൾ എത്ര വർഷം പിന്തിപ്പിച്ചാലും നഷ്ടപ്പെട്ട നോമ്പിന്റെ എത്ര എണ്ണം മുദ്ദുകൾ കൊടുത്താൽ മതി. മുദ്ദുകൾ കൊടുക്കൽ പിന്തിച്ച വർഷങ്ങൾക്കനുസരിച്ച് മുദ്ദുകളുടെ എണ്ണം എന്താവൂല, കൂടുന്നതുമല്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നോമ്പെടുക്കാനുള്ള ഭാഗ്യം, നോമ്പെടുക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇനി വൃദ്ധന്മാരെ കുറിച്ച് പറയുന്ന, വാർദ്ധക്യമുള്ള ആളുകൾ, വയസ്സായ ആളുകൾ, ഒരു വാർദ്ധക്യം മൂലം ആരോഗ്യം നഷ്ടപ്പെട്ടതിനാൽ നോമ്പ് പിടിക്കാൻ സാധിക്കാത്തവർക്കും റമദാനിൽ നോമ്പ് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും വയസ്സായ ആളുകൾക്കൊക്കെ, നോമ്പ് പിടിക്കാൻ സാധിക്കൂല. അങ്ങനെയുള്ളവരാണെങ്കിൽ നോമ്പ് നിർബന്ധമില്ല. അവർ ഓരോ നോമ്പിന് പകരവും ഫിദിയ കൊടുക്കൽ നിർബന്ധമുണ്ട്. ഈ മുദ്ദുകൾ, ഫിദിയ, മുദ്ദുകൾ അല്ലെ, മുദ്ദും ഫിദിയൊക്കെ ഒന്നാണ്. ഈ മുദ്ദുകൾ എത്ര വർഷം പിന്തിച്ചാലും മുദ്ദുകളെ എണ്ണം എന്താവൂല, കൂടൂല. ഏത് വർഷമാണെങ്കിലും കൊടുക്കുക. ഇവർ പ്രയാസം സഹിച്ച് നോമ്പ് പിടിച്ചു, വയസ്സായ ആൾക്കാരാണ്, വാർദ്ധക്യം പിടിച്ച ആളാണ്, അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കൂല. പക്ഷെ അവരങ്ങനെയൊക്കെ പ്രയാസം സഹിച്ച് നോമ്പെടുത്താൽ മാറാരോഗികളും വാർദ്ധക്യമുള്ളവരും ക്ലേശം സഹിച്ച് നോമ്പ് പിടിച്ചാൽ അത് ശരിയാകുന്നതും പിന്നീട് ഫിദിയ എന്തില്ല, നിർബന്ധമില്ലാത്തതുമാണ്. ഇനി പകരം നോമ്പെടുക്കൽ രോഗിയോ അല്ലെങ്കിൽ വാർദ്ധക്യമുള്ള ആളോ ഗർഭിണിയോ ഇവർക്കോ മറ്റോ ജീവിച്ചിരിപ്പുള്ള ആർക്ക് വേണ്ടി പകരമായി മറ്റൊരാൾ നോമ്പെടുക്കൽ ഹറാമും അസാധുവുമാണ്. ഇപ്പൊ എനിക്ക് രോഗം വന്നു, എന്റെ പകരം എന്റെ വീട്ടിലുള്ള ആരെങ്കിലും നോമ്പെടുക്കുക. എനിക്ക് അസുഖമാണ്, നോമ്പെടുക്കാൻ കഴിയൂല, അപ്പൊ വേറെ ആൾ പകരം നോമ്പെടുത്താൽ അതെന്താണ്, പറ്റൂല, സ്വീകരിക്കൂല, അത് ഹറാമും അസാധുവുമാണ്. പിന്നെ ഭ്രാന്തുള്ള ഒരു നോമ്പൊടിക്കല് പകരം മുദ്ദ് കൊടുക്കലോ സുഖപ്പെട്ട ശേഷം ഖളാ വീട്ടലൊന്നും നിർബന്ധമില്ല. ഭ്രാന്തുള്ളവർക്ക് നോമ്പ് പിടിക്കും വേണ്ട, അത് മാറിന് ശേഷം മുദ്ദ് കൊടുക്കും വേണ്ട. മാറിയിട്ടെങ്കിലും എന്താക്കണ്ട, മുദ്ദ് കൊടുക്കണ്ട. അതുപോലെ തന്നെ എന്താക്കും വേണ്ട, ഇനി മാറിന് ശേഷം ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വാർദ്ധക്യ സഹജമായ മാനസികാരോഗ്യം നഷ്ടപ്പെട്ട രോഗം, അതായത് ചെന്നി പോലത്തെ ബാധിച്ചവരുടെയൊക്കെ വിധി ഇത് തന്നെയാണ്. അതും ഒരുതരം മാനസികാരോഗ്യം തന്നെയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. നോമ്പെടുക്കാനും അതുപോലെ തന്നെ വാർദ്ധക്യ സമയത്തും അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാനും നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും നമുക്ക് തൗഫീഖ്